കേരളം 2 ദശാബ്ദക്കാലത്തിലേറെയായി ഉന്നയിക്കുന്ന ആവശ്യമാണ് സംസ്ഥാനത്തിന് ഒരു എയിംസ് വേണമെന്നുള്ളത്. ഇതിനാവശ്യമായ ഭൂമി സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയും ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ മിക്കവാറുമൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല. കേന്ദ്ര ബജറ്റിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തികഞ്ഞ മൗനമാണുള്ളത്. കേരളത്തിന് ഒരു എയിംസ് അടിയന്തരമായി അനുവദിക്കണമെന്ന് ഈ സഭ ഏകണ്ഠമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ്. 100% കേന്ദ്ര സഹായം ലഭ്യമായിരുന്ന ഈ പദ്ധതിയെ BBG റാംജി എന്ന പദ്ധതിയായി പരിവർത്തനം ചെയ്തതിലൂടെ കേന്ദ്ര സഹായത്തിൽ 60% കുറവ് വന്നിട്ടുണ്ട്. ഇതിലൂടെ കേരളത്തിന് ഉദ്ദേശം 3800 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നുണ്ട്. ഇത് കേരളത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന നടപടിയാണ്. ഒട്ടനവധി യാത്രക്കാർ ദിനംപ്രതി ഉപയോഗിക്കുന്ന കേരളത്തിൻ്റെ റെയിൽവേ ശൃംഖല ഇപ്പോഴും വേഗം കുറഞ്ഞ അവസ്ഥയിലാണ് തുടരുന്നത്. 573 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം കാസർഗോഡ് മേഖലയിൽ യാത്ര പൂർത്തീകരിക്കാൻ 13 മണിക്കൂറോളം വേണ്ടിവരും. ഇത് ഗണ്യമായി കുറച്ചു കൊണ്ടുവന്നാൽ കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് വലിയ ഉത്തേജനം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിന് ഒരു അതിവേഗ റെയിൽപാത അനിവാര്യമാണ്. ഇതിനായി സംസ്ഥാന സർക്കാർ പലവട്ടം യൂണിയൻ സർക്കാരിനെ സമീപിച്ചിട്ടുള്ളതാണ്. എന്നാൽ കേന്ദ്ര ബജറ്റിൽ ഇക്കാര്യത്തിലും കേരളത്തിന് അവഗണനയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് VGF ഗ്രാൻഡായി നൽകണമെന്ന് നിരവധി തവണ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടും തിരിച്ചടവിന് വിധേയമായ VGF ആണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും VGF ഗ്രാൻഡായി അനുവദിച്ച യൂണിയൻ സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് VGF അനുവദിക്കുന്നതിൽ തികച്ചും വിവേചനപരമായ സമീപനമാണ് സ്വീകരിച്ചത്. വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ ലഭ്യമാക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ കത്തുകളും നിവേദനങ്ങളും നൽകിയതാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ മാനുഷിക പരിഗണന പോലും നൽകാതെയുള്ള മനുഷ്യത്വരഹിതമായ സമീപനമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല.